ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നും ഒരു മോർണിംഗ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ പറ്റണില്ല. ഒന്നല്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, അങ്ങനെ എനിക്ക് ഫുള്ളായിട്ടൊരു ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വ്ളോഗുകളാണ് കേട്ടോ എൻ്റെ ഉള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, ഫുള്ളായിട്ട് എടുക്കണം എന്ന് തന്നെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. നീക്കുമ്പോൾ അന്ന് ഫുള്ളായിട്ടുള്ള എടുക്കണം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ പകുതിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യം അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഏത് വരെ എടുത്തത് അവിടെ നിന്നാണ് സ്റ്റോപ്പ് ചെയ്യട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളത്. എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നുമില്ല, റീസണൊന്നുമില്ല. ഡെയിലി നമ്മൾ വീഡിയോ ഇട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു ദിവസം വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീച്ചു. അത് പിന്നെ പതിവാണല്ലോ. നേരത്തെ തന്നെ നീച്ചപ്പോൾ തന്നെ ഒടുക്കത്തെ തണുപ്പ് കേട്ടോ. അയ്യോ, നീക്കാനേ തോന്നണില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ നീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നീച്ചു പോവാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പല്ലേ. തണുപ്പ് എന്ന് പറഞ്ഞാൽ അഡാറ് തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അന്ന് വിചാരിച്ചിട്ട് നീച്ചിട്ട് കുറച്ച് നേരം അടുപ്പിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ചൂടൊക്കെ കൊണ്ടു കേട്ടോ. ചോറിനുള്ള തീ കത്തിച്ചിട്ടുണ്ട്, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം എന്താ പറയുക, ചൂടൊക്കെ കൊണ്ടുപോട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കയ്യും കാലൊക്കെ തണുത്ത് മരവിച്ചു കേട്ടോ. അത് കാരണം കൊണ്ടാണ് ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. എനിക്ക് കാല് കടച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ ഈ കുതി ഉണ്ടല്ലോ, കുതിയുടെ അവിടെ ഒരു വേദന ഉണ്ട് എനിക്ക്. തണുപ്പ് കാലത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടില്ല തണുപ്പ് വന്നിട്ടുള്ളൂ. ആ തണുപ്പ് വന്ന ദിവസം തന്നെ എനിക്ക് തുടങ്ങി കേട്ടോ. അങ്ങനെയാണ്. പിന്നെ വെയിൽ തെറിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ വേദന അങ്ങോട്ട് പോകും കേട്ടോ, കുറച്ച് കമ്മിയാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താ ഈ അസുഖം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് എനിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈലൊക്കെ നല്ല തണുവല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കാല് നിലത്ത് കുത്താനായിട്ട് പറ്റുകയില്ല. ഫുൾ റെസ്റ്റ് വേണ്ടി വരും. അപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പുകയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടക്കണം. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കായിട്ട് വേദന തോന്നിക്കില്ല കേട്ടോ. വെറും നിലത്ത് ഇങ്ങനെ കാലും കൊണ്ട് ചവിട്ടുമ്പോൾ ഒരു കാല് എടുത്ത് വെച്ചിട്ട് അപ്പുറത്തെ കാല് വെക്കുമ്പോൾ അതിന് നല്ല വേദന എനിക്കിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചോറിനുള്ള വെള്ളം വെച്ചൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഗ്യാസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അടുപ്പിൽ തന്നെയാണ് കിടന്നിട്ട് പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ. ചായയല്ല, കാപ്പിക്കുള്ളതൊക്കെ മാറ്റി വെക്കണം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ എടുത്തിട്ട് വെക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നല്ല തണുവാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തണുത്തിട്ട് ഊപ്പാടളക്കിട്ടാണ് നിൽക്കണം കേട്ടോ. എന്നെ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നുന്നില്ലെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. പുറത്ത് ഒട്ടുക്കത്ത മഞ്ഞാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ് അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും ഈ ഒരു സമയത്ത് 4 മണി 5 മണി ആ ഒരു സമയത്ത് നല്ല തണുപ്പ്. 4 മണി 5 മണി അല്ല കേട്ടോ, നമ്മൾ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നെ വേഗം ഇരുട്ടാവണുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞിറങ്ങുന്നുണ്ട്. ആ ഒരു മഞ്ഞ് രാവിലെ വരെ നിൽക്കുകയാണ് കേട്ടോ. ഒരു 5 മണി സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കാണാം കേട്ടോ. നല്ല ബ്ലറായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇലകളിലേക്കും നമ്മുടെ ഓടിൻ്റെ പുറത്തേക്ക് ഷീറ്റിലേക്കൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളി വീണ ശബ്ദമടക്കം നമുക്ക് കേൾക്കാം കേട്ടോ. അത്ര മഞ്ഞുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് മഞ്ഞുകാലമാണല്ലോ, അപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ മഞ്ഞുണ്ടാവും. അപ്പോൾ എനിക്ക് ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ അരിയൊക്കെ ഇടുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അടുപ്പിനുള്ളിൽ കൈയൊക്കെ കയറ്റി വയ്ക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അത്രയും തണുപ്പ് കാരണമുണ്ട്. കൈയൊക്കെ ഒരുമാതിരി കോച്ചി പിടിക്കണ പോലെ കേട്ടോ. നല്ല തണുവായ കാരണം കൊണ്ടേ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിട്ട് ഇരിക്കാനായിട്ട് തോന്നുന്നു. പിന്നെ എന്താണെന്നറിയോ, നമ്മൾ രാവിലെ നീക്കുമ്പോഴത്തെ ആ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. നീച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടുപ്പിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ തണുപ്പാട് പോയില്ലെങ്കിൽ നമ്മുടെ ഉറക്കാട് പോയിട്ട് നമുക്കൊരു എനർജി വരും കേട്ടോ. പിന്നെ മുറ്റത്തിറങ്ങി മുറ്റമൊക്കെ നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി എനർജി നമുക്ക് വരും. തണുപ്പൊക്കെ അങ്ങനെ പമ്പടക്കൂട്ടോ. അങ്ങനെയൊക്കെയാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് മൊത്തത്തിൽ പോകുന്നല്ല പറഞ്ഞത്. തണുപ്പ് മൊത്തത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ വെയിൽ തെറിക്കുക തന്നെ വേണം. അങ്ങനെ ഞാനിതാ കുറച്ച് കാപ്പി എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പത്ത് നല്ല കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ ചായ നല്ല ചൂടുള്ള കേട്ടോ, തണുത്തല്ല, ചൂടുള്ള ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് തണുപ്പാണെങ്കിലും ശരി, വേനൽക്കാലമാണെങ്കിലും ശരി കേട്ടോ. എന്താ പറയുക, ചായ കുടിക്കുമ്പോൾ ഞാൻ നല്ല വെട്ടി തിളച്ച ചായ ഊതിയിട്ടാണെങ്കിലും ഞാൻ കുടിക്കും. എനിക്ക് അങ്ങനത്തെ ചായ കുടിക്കാനാണ് ഇഷ്ടം. തണുത്ത് പച്ചവെള്ളമായ ചായയൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ചൂട്, എനിക്ക് ഇഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ നല്ല ചൂട് വേണം, അല്ലെങ്കിൽ പിന്നെ ചായ കുടിക്കാൻ നിൽക്കില്ല. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം കേട്ടോ. അപ്പോൾ ഊതിയിട്ടാണെങ്കിലും ചിലപ്പോൾ നാവ് ചുണ്ടൊക്കെ പൊള്ളും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനത്തെ ചായയാണ് എനിക്കിഷ്ടം.
ഊതിയിട്ടാണെങ്കിലും ഞാൻ കുടിക്കും കേട്ടോ. അല്ലാതെ എന്താ പറയുക, അതല്ലേ ഒരു സുഖമുള്ളത്. അപ്പോൾ ചായ കുടിച്ചപ്പോൾ ചായ എന്നാ പറഞ്ഞു കേട്ടോ, എന്താ പറയുക, കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടി, കുറച്ചൊരു സമാധാനം കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, കിച്ചണിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ചോറും കറിയുടെ ഇറക്കി വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചോറ് വെന്തിട്ട് നമുക്ക് ഈ കറികളൊന്നും വെക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചോറും കറിയുടെ ഇറക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ കിച്ചുവിന് ഇത് പിന്നെ പൊട്ടറ്റോ ഫ്രൈ അവൻ്റെ ഫേവറേറ്റ്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഡെയിലി ആൾ കൊണ്ടുപോകണം. അവന് ഇതന്നെ മതി, ഇതന്നെ മതി. ഇനി സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാത്രി ചോദിക്കും കേട്ടോ, അമ്മ ഉരുളൻകിഴങ്ങ് വറുത്തതുണ്ടോ ചോദിക്കും കേട്ടോ എൻ്റെ അടുത്ത്. ഈ സംഭവത്തിനോട് എന്താണ് അത്രമാത്രം ഇഷ്ടം തോന്നിയത്. അപ്പോൾ അവന് ഞാൻ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീ എന്തായാലും മെല്ലെ കത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു ചൂടിൽ മതി ഇത് വേവാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് കേട്ടോ. ഈ 2 കഷ്ണം ഉരുളൻകിഴങ്ങിന് വേവുമ്പോൾ കണ്ടമാനം തീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അധികമൊന്നുമില്ല, അവന് കൊണ്ടുപോകാനുള്ളതും അവനിത് രാവിലെ മുമ്പ് കഴിച്ചിട്ട് പോകാനുള്ളതും അത്ര ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടി ഇന്ന് പരിപ്പ് കറിയാണ് കേട്ടോ ഞാൻ വെക്കണത്. കുറേ ആയിട്ടോ പരിപ്പ് കറി വെച്ചിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് മാത്രം ഇട്ടിട്ട് കറി വെക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്താ പറയുക, പരിപ്പൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ട് അത് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പരിക്ക് ഒഴിച്ചിട്ടോ, അല്ലാതെ ആ കഴുകിയ വെള്ളം അല്ലാട്ടോ ഒഴിച്ചത്. പരിപ്പൊക്കെ നന്നായി കഴുകിയിട്ട് കുറച്ച് കൂടുതൽ പരിപ്പ് വേണം കേട്ടോ, എന്നാലും നല്ല കുറുകിയിട്ട് നിൽക്കുള്ളൂ. അതിലേക്ക് സവാള, പച്ചമുളക്, തക്കാളി വേണം, പക്ഷെ തക്കാളി ഇല്ല കേട്ടോ, കഴിഞ്ഞ കാലം അത് ഇട്ടിട്ടില്ല, അത് സ്കിപ്പ് ചെയ്തു. തക്കാളി ഇടണമെങ്കിൽ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ വക ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം പരിപ്പിനെ കേട്ടോ. നല്ലോണം വേവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെന്തോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. ചോറിന് യാതൊരു കുലുക്കുമില്ലേ, വേവ് എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ അടുത്ത് കൂടെ പോലും പോയിട്ടില്ല കേട്ടോ. നല്ല വേവാണ് കേട്ടോ ഈ അരിക്ക്. അത് കാരണം കൊണ്ട് തന്നെ നല്ല പാടാ ചോറുണ്ടായി ഒന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ കറിയൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചോറായിട്ട് കിച്ചന് കൊണ്ടുപോകണമല്ലോ, കറിയും കിച്ചന് കൊണ്ടുപോകണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കറി നമ്മൾ അധികം എരിവില്ലാതെ ആണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അവന് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അതും പൊട്ടറ്റോ ഫ്രൈയും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചോറാവണ ലക്ഷണമൊന്നും കാണാനില്ല. അപ്പോൾ ചോറ് എന്തായാലും ആവട്ടെ, ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തെങ്കിലും മുറ്റടിക്കാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. നല്ല നേരം വെളുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ആ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മഞ്ഞ്, കണ്ടോ, അങ്ങനെ ഒരു മങ്ങിയ കളർ, മങ്ങിയതുപോലെ നിൽക്കുന്നുണ്ടോ, അതാണ് കേട്ടോ മഞ്ഞ്. അപ്പോൾ ഇവിടെ നിറയെ മരങ്ങളായ കാരണം കൊണ്ടില്ലേ നിറച്ച് മഞ്ഞ്, നല്ല മഞ്ഞ് വരും കേട്ടോ. ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടെ മഞ്ഞ് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഭാവനയിൽ ഇങ്ങനെ പറയുന്നത് പറയുമ്പോഴൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ ആകെ കിളി മാറും കേട്ടോ. അസുഖങ്ങളൊക്കെ വരും ചെയ്യും, അതൊക്കെയാണ്. പിന്നെ രസം അത്രേ ഉള്ളൂ, പറയുമ്പോൾ രസം. അങ്ങനെ ഇതായ മുറ്റടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ വെയിലടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ആ ഒരു സംഭവം മാത്രം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കടയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുറം ഭാഗത്തൊന്നും മഞ്ഞ് പോയിട്ടില്ല. കടയിലേക്ക് പോകുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇല്ല, എന്താ പറയുക, കോഴിമുട്ടയും പപ്പടം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഒരുമിച്ച് ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചളവറയ്ക്ക് പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വ്ളോഗ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഴിമുട്ടയും പപ്പടമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതൊക്കെ ഉണ്ടാക്കി ഏട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാതും രാവിലെ തന്നെ വെക്കുന്നത്. കോഴിമുട്ടയൊക്കെ പൊരിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ തണുത്ത് പോവും, എന്നാലും അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ വന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ടൊന്നും എന്താ പറയുക ഉണ്ടാക്കില്ല ഒന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവുക. അങ്ങനെ നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് എന്താ പറയുക നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇടണം. പിന്നെ വറ്റൽമുളകിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. വറ്റൽമുളക് ഉണ്ട്, പക്ഷെ അത് കുറേ ദിവസമായിട്ടോ വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പൂത്തടക്കണു. അപ്പോൾ അത് ഇട്ടെങ്കിൽ ടേസ്റ്റ് മാറിയെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടില്ല. പിന്നെ പൂത്തത് നമുക്ക് അങ്ങനെ ഇടാൻ ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ മാറ്റി അത് ഇടുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൂടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുളക് പൊടിയൊന്നും ഈ ഒരു കറിയിൽ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. അതിനല്ലേ നമ്മൾ പച്ചമുളക് ഇട്ടത്, മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊരു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ പരിപ്പൊക്കെ കുട്ടികൾക്ക് നല്ലതാണല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി. ഈ പരിപ്പാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെന്തുകൊണ്ടോ, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വെന്ത് പോയിട്ടോ, നല്ല ഉടഞ്ഞു. പരിപ്പ് കാണാൻ തന്നെ ഇല്ല കേട്ടോ, അങ്ങനെ ഉടഞ്ഞെടുക്കണു.
അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കയ്യിലും കൊണ്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിലേക്ക് ഈ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല എന്താ പറയുക, അങ്ങനെ ഒരു നമ്മുടെ കയ്യിലൊരു തരുതരം ഉണ്ടാവില്ലേ ഈ പരിപ്പിൻ്റെ ഒരു നൂറ്, ആ സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അത് പറഞ്ഞിട്ട് പരിപ്പ് നല്ല വേവിച്ച്, പരിപ്പ് നന്നായി വേവണം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ പകുതി വേവിലൊന്നും പരിപ്പ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറുകി കിട്ടില്ല കേട്ടോ. പിന്നെ എന്താണ്ടായെന്ന് അറിയോ, ഈ ഒരു പരിപ്പ് കറി കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടയായി. പിന്നെ കറിയല്ലേന്ന്, പിന്നെ പായസം പോലെ ആയിട്ടോ, ഒരുമാതിരി കട്ട പിടിച്ചിട്ട് അങ്ങോട്ട് ആയിട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച കോഴിമുട്ട ഉണ്ടല്ലോ, 3 മുട്ടയാണ് ആകെ മേടിച്ചിട്ടുള്ളൂ. അതായിട്ട് കൊത്തിപ്പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ കേട്ടോ. നമ്മൾ രാവിലെ പലഹാരം ഉണ്ടാക്കാത്ത കാരണം കൊണ്ടാണ് ഈ വിശപ്പല്ല നമ്മൾ ചോറ് കഴിക്കണത്. ഗ്യാസൊക്കെ വന്നിട്ട് വേണം നേരം പോലെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെ ഇതൊക്കെ കൂടി നടക്കില്ല കേട്ടോ, അല്ലെങ്കിൽ എല്ലാം ഈ ഒരു അടുപ്പിലല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലഹാരം ഒന്നും ഉണ്ടാക്കാത്തത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ തുമ്പിക്കുട്ടി കൊണ്ടിട്ട് കളയുകയും ചെയ്തു. അതാണ് വേറൊരു കാര്യം. അപ്പോൾ അതിനൊരു അച്ച് മേടിക്കണം. അപ്പോൾ ഞാൻ കോഴിമുട്ടയൊക്കെ ഒന്ന് പൊരിക്കുന്നുണ്ട്. ഞാൻ കോഴിമുട്ട പൊരിക്കണം എങ്ങനെ അറിയാം, കൊത്തി പൊരിക്കണമാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഏട്ടന് ഓംലേറ്റിനോടാണ് കൂടുതലും താല്പര്യം. എന്നാലും കൊത്തി പൊരിച്ച് കഴിക്കാതില്ല. അപ്പോൾ എനിക്കിത് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇതുണ്ടാക്കും കേട്ടോ. പിന്നെ കിച്ചു തുമ്പിയൊന്നും കോഴിമുട്ട കഴിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അവർക്ക് വേറെ ഉണ്ടാക്കണ്ട, നിർബന്ധിച്ച് ഉണ്ടാക്കണ്ട, കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക, തിരുമ്പാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കലും കിച്ചുവിനെ പറഞ്ഞയക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി അതിന് തേരാപ്പാര നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെന്ത് അംഗനവാടിക്ക് ഞാൻ പറഞ്ഞയക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ചളവറയ്ക്ക് പോകാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മണിയാകും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പിൽ നമ്മുടെ തുമ്പിക്കുട്ടീനെ അംഗനവാടിയിൽ നിന്ന് പോയിട്ട് കൂട്ടല് അതൊന്നും നടക്കില്ല. നമ്മുടെ കിച്ചുവിനെ തന്നെ ഞാൻ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് ബസ്സിൽ വരുമ്പോൾ കൂട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കാതെ കാരണം ഞാനിപ്പോൾ 2 ദിവസം ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് 2 ദിവസം ഞങ്ങൾ ഫുൾ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇനി അവിടേക്ക് പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്ര എടുക്കാനായിട്ട് പറ്റണുള്ളൂ കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് അതിലൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന്. അത് പറയാൻ സമയമായിട്ടില്ല കേട്ടോ. ഞാൻ സമയമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളടുത്ത് പറയും. കാരണം നിങ്ങൾ കാരണം കൊണ്ടാണ് എനിക്ക് ആ സന്തോഷ വാർത്ത പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളടുത്ത് പറയാതെ ഞാൻ എന്തായാലും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പറയൂ കേട്ടോ. അതിന് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ സമയമായി വരണേ ഉള്ളൂ. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാനത് പറയും. അപ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് പോവല്ലേ, സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയുക കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.